ഹായ് എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളിൽ ഇടം നേടിയ ഇറ്റലിയിലെ അമാൽഫി കോസ്റ്റിലെ ഏറ്റവും മനോഹരമായ പാതകളിലൊന്നായ സെന്തിero dei Limoniയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അമാൽഫി തീരത്തെ മയോരി, മിനോരി എന്നീ പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് സെന്തിero dei Limoni അഥവാ നാരങ്ങ പാത. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സാന്ത മരിയ മാരെ പള്ളിയാണ് ഈ പാതയുടെ തുടക്കം. 1948-ൽ സാന്ത മരിയ മാരെ ലൊക്കേഷനായി ഷൂട്ട് ചെയ്ത ലമോറെ എന്ന സിനിമയിലെ ചില രംഗങ്ങളുടെ ഫോട്ടോസ് ഇവിടെ നമുക്ക് കാണാം. ഞങ്ങൾ പള്ളിയിൽ നിന്നും ഇറങ്ങി പടികൾ കയറാൻ തുടങ്ങി. ഏകദേശം 400 പടികളാണ് ഈ പാതയിലുള്ളത്. കയറി വരുമ്പോൾ തന്നെ അതിമനോഹരമായ കടലിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഓടാനുള്ള സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു പോവുകയാണ്. ഒരാളവിടെ ആദ്യമേ ഓടിച്ചെന്ന് നിൽപ്പുണ്ട്. എനിക്ക് ഓടാൻ വയ്യ. നമുക്ക് പതുക്കെ നടന്ന് മുകളിലോട്ട് പോകാം. ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് ഈ നടന്ന് ക്ഷീണിച്ച് പറഞ്ഞവർക്ക് വെള്ളം കുടിക്കാനൊക്കെ. ഇവിടെ നല്ല വ്യൂ ആണ്, കാണിച്ചു തരാം. നോക്കിയേ, കണ്ടോ? വാവ്, കണ്ടോ? ഈ മല ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങിയിരിക്കും പോലെയാണ്. ഓക്കെ, നല്ല വെയിലുണ്ട്. ഇത്രയും പടികൾ ഞാൻ കയറി വന്നിട്ടുണ്ട്. അവസാനം ഞാൻ പതിയെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ നാരങ്ങ തോട്ടം അല്ലേ? കയറി വരുമ്പോ ആദ്യത്തെ ഇവിടെ താഴെ വീണ് പൊട്ടിപ്പോയതാണെന്ന് തോന്നി ഈ നാരങ്ങ. പോകുന്ന വഴിക്ക് ഒരു പുൽക്കൂട് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. കണ്ടിട്ട് വർഷങ്ങളായി ഇതിവിടെ ഉള്ളതായി തോന്നുന്നു. ഈ മതിലിൽ അമാൽഫി കോസ്റ്റിലെ ടൗണുകളുടെ പേര് സെറാമിക് പീസുകൾ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിക്കുകയായിരുന്നു.
ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി വാട്ടറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റോസ്മേരിയാണിത്. അസാധ്യ ഫ്ലേവറാണിതിന്. ഞാനിത് മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടാറുണ്ട്. ഒരു രക്ഷയില്ല, അത്രയും ഫ്ലേവറാണ് ഇതിനുള്ളത്. ഓൾമോസ്റ്റ് ടോപ്പായി. നമ്മൾ ടോപ്പിലെത്തിയോ? കുറച്ചുകൂടെ പോകുമ്പോൾ ടോപ്പായി. ഓൾമോസ്റ്റ് ആയി ടോപ്പ്. ദേ മേഘങ്ങളൊക്കെ നോക്കിയേ, സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, ലൈറ്റ് എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. ദേ പോർട്ടിലെ വ്യൂ ആണിത്. നമുക്കിവിടെ നിന്ന് പോർട്ട് നന്നായിട്ട് കാണാം. താഴെ കാണുന്നതൊക്കെയും നാരങ്ങ തോട്ടങ്ങളാണ്. ടെറസ് ഫാമിംഗ് രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂവും അതിമനോഹരമായിരുന്നു. ആകാശവും കടലും മലയും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ഇവിടെ. ലിമോണയുടെ ടോപ്പ് ഇനി കുറച്ചുകൂടെ നടക്കുമ്പോൾ ഇറക്കമാണ്. ഇതുപോലെ നമ്മൾ കയറി വന്ന അതേ അത്രയും തന്നെ പടികളുണ്ടാവും ഇനി ഇറങ്ങാനായിട്ട്. അപ്പം ഇനി വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് പതുക്കെ അല്ല, പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റും. ഫുള്ള് ഇറക്കമല്ലേ. നമ്മളിപ്പം ടോപ്പിലെത്തി. ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയല്ല, നമ്മൾ തിരിച്ച്, അതായത് ഒരു കയറ്റം പിന്നെ ഒരു ഇറക്കമായിട്ടാണ് ഈ ഒരു സെൻഡിയേറോ എന്ന് പറയുന്നത്, ഈ സ്റ്റെപ്സ് ഈ ലെമൺ ട്രെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത് അതിൻ്റെ ടോപ്പിലെത്തി നമ്മൾ ഇറങ്ങി നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനോരി എന്ന് പറയുന്ന സിറ്റിയിലാണ്. നമ്മൾ ഉണ്ടായിരുന്നത് മയൂരിയിലാണ്. മയൂരി മിനോരിയെക്കാട്ടിലും ചെറിയ സിറ്റിയാണ്. പിന്നെ റോസ്മേരി നല്ല തിക്കായി വളർന്നു നിൽപ്പുണ്ട്. ഇത് ഒടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. ദേ നോക്കി എന്തോരം റോസ്മേരി ചെടികളാണെന്ന്. കാട് പിടിച്ച് നിൽപ്പുണ്ട്. ഇത് ഉണക്കിയും സൂക്ഷിക്കാറുണ്ട് കേട്ടോ.
വിളവെടുത്ത നാരങ്ങ താഴെ ടൗണിലെത്തിച്ച് തിരിച്ച് തോട്ടത്തിലേക്ക് പോകുന്ന മ്യൂൾസ്. സെന്റിയേറോ ദെ ലിമോണയിൽ നിന്നുള്ള മിനോരി സിറ്റിയുടെ വ്യൂ ആണിത്. ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് അങ്ങോട്ടേക്കാണ്. അങ്ങനെ സെന്റിയേറോ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ മിനോരിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി മിനോരിയിലെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ മിനോരി സെൻറ്ററിലെത്തി. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് ബീച്ചിലേക്ക് പോകാം. ആ കാണുന്നതാണ് സെന്റിയേറോ ദെ ലിമോണെ. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മിനോരിയിലോട്ട് എത്തിയത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.